നമ്മുടെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് വേദങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ മോഡൽ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ശുഭദിനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഏന്ദ്ര സാനസിംരയും വർഷിഷ്ഠമൂതയേ ഭര എന്ന അഥർവ മന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. മന്ത്രത്തിൻ്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ, ഹേ ഇന്ദ്ര, സുരക്ഷയ്ക്കായി നിരന്തരം വളരുന്ന സമ്പത്ത് നൽകണമേ എന്നാണ്. ഈ മന്ത്രം വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ ആന്തരിക പരിവർത്തനത്തിനുള്ള ഒരു കോഡാണ്. ഈ മന്ത്രത്തിലെ ഇന്ദ്രൻ നമ്മുടെ ഉള്ളിലെ അദൃശ്യനായ CEO ആണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മുടെ ചില ചരിത്രകാരന്മാർ പറയുന്നത് പോലെ വേദങ്ങളിലെ ഇന്ദ്രൻ കേവലം മഴയുടെ ദേവനോ യുദ്ധത്തിൻ്റെ ദേവനോ ഒന്നുമല്ല. അദ്ദേഹം നമ്മുടെ മനസ്സിൻ്റെ CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇന്ദ്ര ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കോൺഷ്യസ്നെസ്. ഇന്ദ്രനാണ് നമ്മുടെ CEO. നിങ്ങളുടെ ബോധത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൺട്രോൾ സെൻറ്റർ എന്ന് ന്യൂറോ സയൻസ് വിളിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെയാണല്ലോ. അവിടെയാണ് നിങ്ങളുടെ തീരുമാനശേഷി ഇരിക്കുന്നതും പ്രതിസന്ധികളെ പരിഹരിക്കുന്ന യുക്തി പ്രവർത്തിക്കുന്നതുമൊക്കെ. എന്നാൽ നമ്മളിൽ മിക്കവരും ഈ ഇന്ദ്രനെ ഉറക്കിയിട്ടിരിക്കുകയാണ്. പകരം ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വികാരങ്ങളുടെ അടിമകളായിട്ട്, ശീലങ്ങളുടെ തടവുകാരായിട്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടുക ചിലപ്പോൾ. അതുപോലെ ഹാബിറ്റായിട്ട് അതേപോലെ തുടരാം, ഒരേ ഹാബിറ്റ് ശീലിക്കുക. ഈവൻ ദോ എൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് എന്ന് പറയുന്നത് ഒരു തരം മൂഢത്തരമാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ആ ഹാബിറ്റ് മാറ്റാൻ പറ്റുന്നില്ല. ഇമോഷൻസ് ഞങ്ങളെ കീഴടക്കുന്നുണ്ട്. ഇത് എൻ്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് ആ ഇമോഷനെ മാറ്റാൻ പറ്റാതെ ബിക്കമിങ് സ്ലേവ്സ് ഓഫ് ദാറ്റ് ഇമോഷൻസ്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. ഏന്ദ്ര എന്ന് ഈ മന്ത്രത്തിൽ വിളിക്കുമ്പോൾ നാം ചെയ്യുന്നത് ഈ CEOയെ നമ്മൾ പ്രവർത്തനത്തിനായിട്ട് തിരിച്ചു വിളിക്കുകയാണ്. ഉണരൂ, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അല്ലയോ ഇന്ദ്ര, നീ ഏറ്റെടുക്കൂ എന്ന ആഹ്വാനമാണ് ഈ മന്ത്രത്തിലുള്ളത്. ഇന്ന് നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം. ഇന്ന് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്തോ ആവട്ടെ, ഒരു 3 ശ്വാസം എടുക്കുക. സ്വയം ചോദിക്കുക, ഇത് എൻ്റെ ഉള്ളിലെ ഇന്ദ്രനാണോ തീരുമാനിക്കുന്നത്, അതോ എൻ്റെ ശീലങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന്, അതോ വികാരങ്ങളുടെ പുറത്താണോ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് എന്ന് ചോദിക്കാം. വേദമന്ത്രത്തിലെ സാനസി എന്ന വാക്ക് വിജയത്തിൻ്റെ രസതന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാനസി എന്നാൽ കേവലം ലാഭം എന്നല്ല അർത്ഥം, മറിച്ച് യഥാർത്ഥത്തിൽ ഉള്ളതും നിലനിൽക്കുന്നതുമായ വിജയമാണ് സാനസി കൊണ്ട് നമ്മൾ നേടുന്നത്. പണം സമ്പാദിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കുന്നവരെക്കാൾ അവനവൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾ നേടുന്നത്, അതായത് പർപ്പസ് ഡ്രിവൻ ഗോൾസ് ലക്ഷ്യമാക്കുന്നവർക്കാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഗവേഷണങ്ങൾ തെളിയിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു ഹംഗേറിയൻ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മിഹാലി സിക്സെൻ്റെമിഹാലി എന്നാണ്. അസാധാരണമായ ഒരു എഴുത്തുകാരനാണ് കേട്ടോ. അദ്ദേഹം അവതരിപ്പിച്ച വളരെ പ്രശസ്തമായ ഒരു ആശയമുണ്ട്, ഫ്ലോ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ലളിതമായി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ പൂർണ്ണമായും മുഴുകി ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ സമയബോധം പോലും മറന്ന് ആ പ്രവൃത്തിയിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ് ഈ ഫ്ലോ സ്റ്റേറ്റ്. ഇതിനെ സാധാരണയായിട്ട് ഇൻ ദ സോൺ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഫലമായി നമ്മുടെ പ്രവർത്തനവും ബോധവും ഒന്നായിട്ട് മാറും. വിജയം സ്വാഭാവികമായി കൈവരും. സാനസിരൈ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാനസിരൈ എന്നാൽ അങ്ങനെ കൈവരുന്ന, സ്വാഭാവികമായി നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന യഥാർത്ഥ സമ്പത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പ്രത്യേക കാര്യത്തിൽ മുഴുകുമല്ലോ, അത് മുഴുകി പോകുമ്പോൾ നമ്മളെ തന്നെ മറന്നുപോകും. അങ്ങനെ നമ്മൾ ഒരു എഫർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യത്തിന് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നമുക്ക് ധനത്തെയും നൽകും.
അപ്പോൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജോലിയിലോ കഴിവിലോ ഈ ഫ്ലോ സ്റ്റേറ്റ് അനുഭവപ്പെട്ട ഒരു നിമിഷത്തെ നിങ്ങൾ ഓർത്തെടുക്കുക. ആ നിമിഷത്തെ അനുഭവം എത്ര വ്യത്യസ്തമായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. അങ്ങനെ അതേ അനുഭവം നമുക്ക് ആവർത്തിക്കാൻ വല്ല സാധ്യതയും ഭാവിയിൽ ഉണ്ടാവുമോ എന്ന് ആലോചിക്കുക. വേദമന്ത്രത്തിലെ മറ്റൊരു വാക്കെന്താണ്? വർഷിഷ്ഠം എന്നതാണല്ലോ. ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഗുണോത്തര വളർച്ച, ലീനിയർ ഗ്രോത്ത് അല്ല എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് ഇവിടെ വർഷിഷ്ഠം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വേറൊരു പുസ്തകമുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ദിവസേന 1% മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ 37 മടങ്ങ് മെച്ചമായി തീരുമെന്നാണ്. എന്നാൽ വേദം പറയുന്ന വർഷിഷ്ഠം ഇതിലും ആഴത്തിലുള്ളതാണ്. ഇത് വളർച്ച തന്നെ വളരുന്ന അവസ്ഥയാണ്. അതായത് മെറ്റാ ഗ്രോത്ത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വളർച്ച തന്നെ വളർച്ചയായി മാറുന്നു. ഉദാഹരണമായി നിങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, എങ്ങനെ പഠിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനെയാണ് വർഷിഷ്ഠമെന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നതിന് മാത്രമല്ല, എങ്ങനെ പഠിക്കാമെന്ന് പഠിക്കുന്നതിനെ കുറിച്ച്, അത് വർഷിഷ്ഠം എന്നാണ് പറയുക. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഒക്കെ നമ്മൾ വരുത്താറുണ്ടല്ലോ. ആ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വളരുന്നതിനെ നമുക്ക് വർഷിഷ്ഠം എന്ന് പറയാം. പരാജയം എന്നത് വ്യക്തിത്വമല്ല, പ്രക്രിയയാണ് എന്നതാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ കരോൾഡ് ഡ്വെക്കിന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സിദ്ധാന്തം പറയുന്നു. പരാജയം എന്നത് വ്യക്തിത്വമല്ല, പ്രക്രിയയാണ്. ഇറ്റ്സ് എ പ്രോസസ്. പരാജയം ഒരു പ്രോസസ്സാണ്, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് യുവർ പേഴ്സണാലിറ്റി. അത് കരോൾ ഡിക്ക് ഇത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയാണ്. പലരും ഞാൻ പരാജയപ്പെട്ടു, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ കരോൾ ഡ്വെക്കിന്റെ പഠനം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മുതൽ നമുക്കൊരു ചെറിയൊരു ശീലം ചെയ്ത് തുടങ്ങി നോക്കാം. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതിൽ മോശമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഞാൻ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നത് മോശമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രസംഗം നടത്തുന്നത് മോശമാണ്. ഇത് പറയുന്നതിന് പകരം ഞാൻ ഇതിൽ ഇതുവരെ വിദഗ്ധനായിട്ടില്ല എന്ന് പറയാൻ തുടങ്ങാം. ഞാൻ സാമ്പത്തിക കാര്യങ്ങൾ ഒരു വിദഗ്ധനായിട്ടില്ല. ഇതുവരെ യെറ്റ് എന്ന വാക്ക് മസ്തിഷ്കത്തെ വളർച്ചാ മോഡലിലേക്കാണ് നടത്തുന്നത്. ഇതുവരെ യെറ്റ് എന്ന വാക്ക് നിങ്ങളുടെ മസ്തിഷ്കത്തെ വളർച്ചാ മോഡിലേക്ക് മാറ്റുന്നു. അപ്പോ വേദമന്ത്രത്തിൽ പറയുന്ന മറ്റൊരു ശബ്ദമുണ്ട്, ഊതയെ. ആ ശബ്ദമാണ് നാം പഠിക്കേണ്ട മറ്റൊരു തത്വം. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് വെള്ളം സംഭരിക്കുന്നു, എന്നാൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം വെള്ളം സംഭരിക്കുന്നു എന്നതല്ല, മറിച്ച് ആവശ്യമുള്ളപ്പോൾ നിയന്ത്രിതമായി വെള്ളം പുറത്തു വിടുന്നു എന്നതാണല്ലോ. അതേപോലെ ഊതി എന്നത് കേവലം സമ്പത്ത് സൂക്ഷിക്കലല്ല, മറിച്ച് സ്ഥിരതയാർന്ന സംവിധാനങ്ങൾ, റിസിലിയൻസ് സിസ്റ്റം നിർമ്മിക്കലാണ്. MITയിലെ സിസ്റ്റംസ് തിയറി പറയുന്നത് ഏതൊരു സുസ്ഥിര സംവിധാനത്തിനും 3 കാര്യങ്ങൾ വേണമെന്നാണ്. ഏതാണവ? റിഡൻഡൻസി, അധികം കരുതൽ വേണം. ഒരു സാമ്പത്തിക സ്രോതസ് തകർന്നാലും മറ്റുള്ളവ പ്രവർത്തിക്കണം. രണ്ടാമത്തത് ഡൈവേഴ്സിറ്റി, വൈവിധ്യം. ഒരു വരുമാന മാർഗം മാത്രമല്ല, പല വരുമാന മാർഗങ്ങൾ വേണം. മോഡുലാരിറ്റി, മൂന്നാമത്തത്. ഘടകാത്മകത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഒരു സാമ്പത്തിക നിക്ഷേപത്തിലുള്ള പ്രശ്നം മുഴുവൻ ജീവിതത്തെയും നമുക്ക് ബാധിക്കാൻ പാടില്ല. ഈ നസീം നിക്കോളാസ് തലേബ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആൻറ്റി ഫ്രജൈൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക് ഞാൻ നിങ്ങളോട് ഈ ശുഭദിനത്തിൽ പറയട്ടെ. മികച്ച സംവിധാനം എന്നത് പ്രതിസന്ധിയിൽ നിന്ന് അതേപോലെ തിരിച്ചു വരുന്നതല്ല, റിസിലൻ്റ് അല്ല, മറിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്നതാണ്. ആൻറ്റി ഫ്രജൈൽ എന്ന് പറയുന്നതാണ്. കൂടുതൽ ശക്തമായിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായി തിരിച്ചു വരിക എന്ന് പറയുന്നു. ഇന്ന് എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്ലാൻ ബി ഉണ്ടാക്കുക. നിക്ഷേപം, ആരോഗ്യം, ബന്ധങ്ങൾ, ഏതിലായാലും ഒരു ബാക്കപ്പ് സംവിധാനം ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു പ്രായോഗിക മന്ത്രസാധനയെക്കുറിച്ച് പറയാം. നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഈ മന്ത്രം 3 പ്രാവശ്യം ഉരുവിടുക. പക്ഷെ വെറുതെ ഉച്ചരിക്കരുത്. ഓരോ പദത്തിലും നിങ്ങളുടെ പൂർണ്ണ ബോധം നിലനിർത്തുക. യന്ത്ര, എൻ്റെ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കുന്നു. സാനസിമ്രയും, എൻ്റെ കഴിവ്
യഥാർത്ഥ വിജയമായി ഞാൻ മാറ്റുന്നു. വർഷിഷ്ഠം, ഞാൻ എല്ലാ ദിവസവും വളരുന്നു. ഊതയെ, ഞാൻ സുരക്ഷിതനും സുസ്ഥിരനുമാണ്. ഭര, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഉള്ളിലെ ഇന്ദ്രൻ ഉണർന്നാൽ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാനാവില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.